1933 ഇറാഖിലെ മോസൂളിലായിരുന്നു ബാവയുടെ ജനനം. സൻഹരീബ് ഇവാസ് എന്നായിരുന്നു പേര്. ദൈവശാസ്ത്ര പഠനത്തിനായി 13-ാം വയസ്സിൽ മോസൂളിലെ മാർ അഫ്രൈം സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ വെച്ച് സാഖ എന്ന പേര് സ്വീകരിച്ചു. അന്നത്തെ അന്തോക്യ പാത്രിയർക്കീസായിരുന്ന ഇഗ്നേഷ്യസ് അഫ്രൈം മൂന്നാമന്റെ സെക്രട്ടറിയായി നിയമിതനായ സാഖ മൊസൂൾ വിട്ട് പാത്രിയർക്ക ആസ്ഥാനമായ ദമസ്കസിലേക്ക് പോയി. 1980 ജൂൺ 25-ന് യാക്കൂബ് മൂന്നാമൻ പാത്രിയർക്ക ബാവയുടെ നിര്യാണത്തെ തുടർന്നാണ് സാഖ ഇവാസ് പാത്രിയർക്കയായി അഭിഷിക്തനാവുന്നത്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എക്യുമെനിക്കൽ സംവാദങ്ങൾക്ക് ബാവ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ആഗോള ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. 2001 ജോൺ പോൾ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. 4 തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം. 2008 അവസാന കേരള സന്ദർശനം. പാത്രിയർക്ക ബാവയുടെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും ഇവിടെ തന്നെ സംസ്കരിക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ഭൗതിക ശരീരം ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവിടെ അടക്കം ചെയ്യുന്നതിന് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നത്. തീരുമാനമായിട്ടില്ല. തിരുമേനിമാരെ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുന്നു. സിറിയയും ഇറാഖും കഴിഞ്ഞാൽ യാക്കോബായ സഭാവിശ്വാസികൾ ഏറ്റവും അധികമുള്ള കേരളവുമായി അദ്ദേഹത്തിന് ഹൃദയബന്ധമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.